ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു റൈൻസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയിലെ ആദ്യത്തെ ചാപ്റ്റർ അക്കൗണ്ടിങ് ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന അധ്യായമാണ്. ഓൾറെഡി +1 നമ്മൾ എന്ത് പഠിച്ചു? ഒരു സോൾ ട്രേഡിംഗ് കൺസേൺ അഥവാ ഏകാംഗ സ്ഥാപനത്തിൻ്റെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിച്ചു. ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ബാലൻസ് ഷീറ്റും കൂടെ പ്രിപ്പയർ ചെയ്ത് ഒരു സോൾ ട്രേഡിംഗ് കൺസേണിൻ്റെ ഫൈനൽ അക്കൗണ്ട് വളരെ വൃത്തിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലാണ് അക്കൗണ്ടൻ്റ് ആയിട്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയിൽ നമുക്ക് പൂർണ്ണമായും പഠിക്കാനുള്ളത് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്നുള്ളത് കൃത്യമായി നോക്കാം. ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ വരുന്ന 8 മാർക്ക് കൂളായിട്ട് അടിച്ചെടുക്കാം. ശ്രദ്ധിക്കുക. എന്താണ് ഫസ്റ്റ് ചാപ്റ്ററിൽ? അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ്. എന്താണ് പാർട്ട്ണർഷിപ്പ്? ഓൾറെഡി നമ്മൾ ബിസിനസ്സിൽ പഠിച്ചതാണ്. എന്താണ് പാർട്ട്ണർഷിപ്പ്? രണ്ടിലധികമോ ആളുകൾ കൂടി ചേർന്ന് ലാഭവും നഷ്ടവും ഷെയർ ചെയ്യാമെന്നുള്ള എഗ്രിമെൻറ്റോട് കൂടി ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ബിസിനസ്സിനെ പറയുന്ന പേരാണ് എന്തേ? പാർട്ട്ണർഷിപ്പ് എന്നുള്ളത്, അല്ലേ? എന്താണ് പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ്? ഒന്നാമത്, ദർ മസ്റ്റ് ബി 2 or more persons. രണ്ടിലധികമോ ആളുകൾ ഉണ്ടായിരിക്കണം. അല്ലാതെ ഞാനും പാർട്ട്ണറാന്ന് പറയാൻ പറ്റുമോ? ഒരാൾ ഒറ്റ നിന്നിട്ട് ഇല്ല. പാർട്ട്ണർഷിപ്പിൽ ദർ മസ്റ്റ് ബി 2 persons. ദെൻ രണ്ടാമത്തെ എന്താണ്? അഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. പാർട്ട്ണർമാർ തമ്മിൽ എന്ത് വേണം? എഗ്രിമെന്റ് വേണം. എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ അത് ഓറൽ ആവാം അല്ലെങ്കിൽ റിട്ടേൺ ആവാം. ദെൻ മൂന്നാമത്തെ, ദർ മസ്റ്റ് ബി ക്യാരി എ ബിസിനസ്. നിർബന്ധമായിട്ടും ഒരു ബിസിനസ് എന്ത് ചെയ്യണം? അവർ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതാണ്. നാലാമത്തെ പോയിന്റ്, ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ലാഭവും നഷ്ടവും ഉണ്ടെങ്കിൽ അവർ തമ്മിൽ എന്ത് ചെയ്യണം? ഒരു പ്രൊപ്പോർഷനേറ്റ് റേഷ്യോയിലോ ഈക്വൽ ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ എന്ത് ചെയ്യണം? അത് ഷെയർ ചെയ്തിരിക്കണം. ദെൻ മറ്റൊരു ഫീച്ചറാണ് എന്ത്? ബിസിനസ് ഈസ് ക്യാരിഡ് വൺ ബൈ ഓൾ ഓർ എനി വൺ ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഒന്നിരിക്കൽ ഒരാൾ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് എന്ത് ചെയ്യുക? മറ്റുള്ളവർക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുക. അതല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുക? ഒരു സ്ഥാപനം നോക്കി നടത്തുക. ദെൻ അടുത്ത്, നോ സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ്. നിയമത്തിന്റെ മുന്നിൽ മറ്റൊരു വ്യക്തി എന്ന പരിരക്ഷ ആർക്കില്ല? ഈ പാർട്ട്ണർഷിപ്പ് ഫേമിന് ഇല്ല. പാർട്ട്ണർഷിപ്പിന്റെ ബാധ്യത എന്താണ്? അതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് ആണ്. ദെൻ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. ഈ പാർട്ട്ണർമാർ തമ്മിൽ എന്ത് വേണം? നല്ല പരസ്പര വിശ്വാസം വേണം. ദെൻ അടുത്ത്, റെസ്ട്രിക്ഷൻസ് ഓഫ് ട്രേഡ് ഇൻഡസ്ട്രി. ഇപ്പോൾ 3-4 ആളുകൾ പാർട്ട്ണർഷിപ്പിൽ കൂടി ചേർന്നിട്ട് അവരവരുടെ ഇൻട്രസ്റ്റ് ഒരിക്കൽ പോലും എന്ത് ചെയ്യരുത്? മറ്റൊരാൾക്ക് ഷെയർ ചെയ്യരുത്. നോക്കാം. പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. ഈ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. എക്സാമിന് ചിലപ്പോൾ എന്തായിരിക്കും ചോദിക്കുക? ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്നുള്ളതാണ്. എന്താണ് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ദ റിട്ടൺ എഗ്രിമെന്റ് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. പാർട്ട്ണർമാർ തമ്മിൽ എഴുതി തയ്യാറാക്കുന്ന ഡോക്യുമെന്റ്, റിട്ടൺ ഡോക്യുമെന്റിനെ വിളിക്കുന്ന പേരാണ് എന്തേ? പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നുള്ളത്. പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റ് എന്തൊക്കെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എഴുതേണ്ടത്? ആ പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യാം? അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം. ഒന്ന്, നെയിം ഓഫ് ദ ഫേം. എന്താണ് സ്ഥാപനത്തിന്റെ പേര്? രണ്ടാമത്തെ എന്താണ്? നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി ഓൾ പാർട്ട്നേഴ്സ്. എല്ലാ പാർട്ട്നേഴ്സിന്റെ പേരും അഡ്രസ്സും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും. ആൻഡ് നേച്ചർ ആൻഡ് പ്ലേസ് ഓഫ് ബിസിനസ്. എവിടെയാണ്, ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്? ദെൻ എവിടെയാണ് അതിന്റെ പ്രൈം ലൊക്കേഷൻ വരുന്നത്? തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ നമുക്ക് എഴുതി വെക്കാം. ദെൻ ഡേറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. എന്നാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിന്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ. ദെൻ ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഇഫ് എനി. അതായത് നിങ്ങളൊരു 3 വർഷത്തേക്കാണ് പാർട്ട്ണർഷിപ്പ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അങ്ങനെ വല്ലതും പറയുന്നുണ്ടെങ്കിൽ, മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എന്ത് ചെയ്യണം? കൃത്യമായി എഴുതിയിരിക്കണം. ദെൻ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് പാർട്ട്നേഴ്സ്. ഓരോ പാർട്ട്നേഴ്സ് എത്ര രൂപ ഇറക്കുന്നുണ്ട്? എല്ലാവരും 10 ലക്ഷം ഇറക്കിക്കൊള്ളുന്നില്ല. ഓരോരുത്തരും അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ക്യാപിറ്റൽ ഇറക്കും. അപ്പോൾ എത്രയാണ് ക്യാപിറ്റൽ ഇറക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് എവിടെ വേണം? പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വേണം. ദ എമൗണ്ട് വിച്ച് ക്യാൻ ബി വിഡ്രോൺ ബൈ ഈച്ച് പാർട്ട്നേഴ്സ്. ഓരോ പാർട്ട്നേഴ്സും എത്ര വരെ പിൻവലിക്കാൻ അവർക്ക് നമ്മൾ പെർമിഷൻ കൊടുക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ റൂൾസ് റിഗാർഡിംഗ് ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്. മ്യൂച്വൽ അക്കൗണ്ട് ആണോ അതല്ല ഒരാൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്താൽ മതിയോ? അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. ദെൻ ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ലാഭവും നഷ്ടവും എങ്ങനെ ഷെയർ ചെയ്യണം? ഈക്വലി ആണോ അതല്ല പ്രൊപ്പോർഷനേറ്റ് റേഷ്യോ വേറെ ഏതെങ്കിലും പറയുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് പറയണം. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇഫ് എനി. ഇതുപോലെ എന്തൊക്കെ ഒരു പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ അതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എവിടെ എഴുതാം? ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എഴുതി വെക്കാം. ഇതുവരെ നമ്മൾ എടുത്തതിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൃത്യമായി കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് 4 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് നമ്മൾ എടുക്കുന്നത്. റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡൊക്കെ നമ്മൾ ഉണ്ടാക്കും, അല്ലേ? ആ സമയത്ത് പലതും വിട്ടുപോകും. ഇവിടെ മറവില്ലാത്ത മനുഷ്യന്മാരുണ്ടോ, അല്ലേ? അപ്പോൾ എഴുതാൻ വിട്ടുപോകുന്ന ചില സമയത്ത് ആസ് എൻ അക്കൗണ്ടന്റ്, നിങ്ങളൊരു അക്കൗണ്ടന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ക്ലാസ്സിലിരിക്കുകയാണെങ്കിലും നിങ്ങൾ ആരാണ്? ഒരു അക്കൗണ്ടന്റുമാരാണ്, അല്ലേ? ഭാവിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ജോയിൻ ചെയ്യുമ്പോൾ റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ചില കാര്യങ്ങൾ എഴുതാൻ നിങ്ങൾ വിട്ടുപോയി. എന്ത് ചെയ്യും?
റീറൈറ്റ് ചെയ്യാൻ സമയമില്ല, അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് എന്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതാൻ വിട്ടുപോയല്ലോ, എന്ത് ചെയ്യും? അതിന് 1932 1932 പാർട്ണർഷിപ്പ് ആക്ടിൽ ചില സെക്ഷൻസ് പറയുന്നുണ്ട് എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നോക്കേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാഭവും നഷ്ടവും ഷെയർ ചെയ്യുന്ന റേഷ്യോ നമ്മൾ തീരുമാനം എടുത്തിരുന്നത് 3:2 ആണെന്നുള്ളത്. റിട്ടേൺ അഗ്രിമെന്റ് എഴുതിയ സമയത്ത് നമ്മൾ അത് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. എന്ത് ചെയ്യും? ദെൻ ആസ് എൻ അക്കൗണ്ടന്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈക്വലി അത് തുല്യമായി വീതിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ എവിടെ പറഞ്ഞിട്ടില്ല, പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ വീതിക്കേണ്ടത് ഈക്വലി തുല്യമായിട്ടാണ്. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിട്ട് ഇൻട്രസ്റ്റ് നിങ്ങൾ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? നോട്ട് അലൗഡ്, നിങ്ങൾ കൊടുക്കണ്ട. ഓക്കെ, ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോണ്, പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ തീരുമാനിക്കുക എന്നാൽ കൊടുക്കണ്ട, അത് പറ്റൂല. എത്ര കൊടുക്കണം? മിനിമം 6% എന്ത് ചെയ്യണം? അവർക്ക് കൊടുക്കണം. ഓക്കെ, ദെൻ അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് പറഞ്ഞിട്ടില്ല, നോട്ട് ചാർജ്ഡ്. അവരുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണ്ട? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ് നിങ്ങൾ ചാർജ് ചെയ്യണ്ട. ദെൻ റെമ്യൂണറേഷൻ ലൈക്ക് സാലറി ഓർ കമ്മീഷൻ, പാർട്ട്ണർമാരുടെ സാലറിയോ കമ്മീഷനോ പാർട്ണർഷിപ്പ് ഡീലിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ നോട്ട് പെയ്ഡ്, അതെന്ത് ചെയ്യണ്ട? കൊടുക്കണ്ട. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് റേഷ്യോ പറഞ്ഞിട്ടില്ല, ഈക്വലി കൊടുക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പറഞ്ഞിട്ടില്ല, നോട്ട് അലൗഡ്, കൊടുക്കേണ്ട ആവശ്യമില്ല. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6% മിനിമം കൊടുക്കുക. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നോട്ട് ചാർജ്, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ട. ദ റെമ്യൂണറേഷൻ ലൈക്ക് സാലറി ഓർ കമ്മീഷൻ നോട്ട് പെയ്ഡ്, നിങ്ങൾ കൊടുക്കണ്ട. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. മാച്ച് ദ ഫോളോയിങ്, അല്ലെങ്കിൽ എന്താ ഏത് രീതിയിലായാലും 2-3 മാർക്കിന്റെ ചോദ്യത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഏതാണ്? സ്പെഷ്യൽ ആസ്പെക്ട്സ് റിലേറ്റിംഗ് ടു പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്. പാർട്ണർഷിപ്പ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 5 കാര്യങ്ങൾ. ഹലോ, മറ്റ് അക്കൗണ്ടിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചു, സോൾ ട്രേഡിംഗ് കൺസേണിന്റെ ഫൈനൽ അക്കൗണ്ട് ഒക്കെ ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചു. ഒരു പാർട്ണർഷിപ്പ് ഫേമിലാണ് നിങ്ങൾ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങൾ. ഒന്നാമത്തേത് എന്താണ്? മെയിൻറ്റെയിൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്നേഴ്സ്. ഹലോ, ഒരാൾ ഒറ്റയ്ക്ക് കച്ചവടം തുടങ്ങി. ഹലോ, ആരാണ്? കുഞ്ഞാപ്പോക്ക ഒറ്റയ്ക്ക് കച്ചവടം തുടങ്ങി. അക്കൗണ്ട് ഉണ്ടാക്കിയാൽ മതി? കുഞ്ഞാപ്പോക്കാൻ ഒറ്റയ്ക്കുള്ള അക്കൗണ്ട് ഉണ്ടാക്കിയാൽ മതി. പക്ഷെ രാമു, കോമു, ജാമു 3-4 ആൾക്കാർ കൂടി ചേർന്നിട്ട് എന്ത് ചെയ്തു? ഒരു ഫേം തുടങ്ങുകയാണെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് അക്കൗണ്ടുകൾ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓക്കെ, ഈ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ 2 മെത്തേഡുകൾ ഉണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ഇവിടെ പഠിക്കും. ഏതൊക്കെയാണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ദെൻ രണ്ടാമത്തത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ഉണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്, പാർട്ണർഷിപ്പ് ഫേമിൽ അക്കൗണ്ടന്റ് ആണോ, നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. രണ്ടാമത് എന്താ പഠിക്കേണ്ടത്? ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എമംഗ് പാർട്ട്നേഴ്സ്. നോക്കി, ഒരാൾ ഒറ്റയ്ക്ക് കച്ചവടം തുടങ്ങി, അതിൽ 10,000 രൂപ ലാഭം കിട്ടി, മുഴുവൻ ആർക്ക് എടുക്കാം? അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് എടുക്കാം. എന്നാൽ പാർട്ണർഷിപ്പ് ഫേമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ ദർ മസ്റ്റ് ബി ഡിസ്ട്രിബ്യൂട്ട് ദർ പ്രോഫിറ്റ് ഓർ ലോസ്. അവരുടെ ലാഭവും നഷ്ടവും അവരെന്ത് ചെയ്യണം? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇപ്പൊ 10,000 രൂപ കിട്ടി, ഉടനടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരാൾക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓരോരുത്തരുടെയും പ്രൊപ്പോർഷനേറ്റ് റേഷ്യോയിൽ. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് എന്ത് ചെയ്യാണ്ടാവും? കൊടുക്കാനുണ്ടാവും. സാലറി കൊടുക്കാനുണ്ടാവും, കമ്മീഷൻ കൊടുക്കാനുണ്ടാവും, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടാനുണ്ടാവും. അപ്പോൾ കിട്ടാനുള്ളതൊക്കെ കിട്ടി, കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് ബാക്കി എത്ര വരുന്നുണ്ടോ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ടാണ് എന്ത്? പ്രോഫിറ്റ് ഓർ ലോസ് അപ്രോപ്രിയേഷൻ. പ്രോഫിറ്റ് ഓർ ലോസ് അപ്രോപ്രിയേഷൻ. അപ്പൊ ആദ്യം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ പഠിക്കുന്നു. രണ്ടാമത് നമ്മൾ എന്ത് പഠിക്കുന്നു? അപ്രോപ്രിയേഷൻ ഉണ്ടാക്കാൻ പഠിക്കുന്നു. മൂന്നാമത് അഡ്ജസ്റ്റ്മെന്റ്, റോങ് അപ്രോപ്രിയേഷൻ അഥവാ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് പഠിക്കുന്നു. നാലാമത് പഠിക്കുന്നത് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം. എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ? പുനർസംഘാടനം എന്ന് പറയും. ദ എക്സിസ്റ്റിംഗ് അഗ്രിമെന്റ് വിൽ കംസ് ടു ആൻ എൻഡ്, ദ ബിസിനസ് കണ്ടിന്യൂ വിത്ത് എ ന്യൂ അഗ്രിമെന്റ്. നിലവിലുള്ള അഗ്രിമെന്റ് അവസാനിക്കുകയും പുതിയ അഗ്രിമെന്റോട് കൂടി ബിസിനസ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? റീകോൺസ്റ്റിറ്റ്യൂഷൻ. ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഇവിടുന്ന് തുടർന്നുള്ള ബാക്കി ചാപ്റ്ററുകളിൽ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത് എന്താ? റീകോൺസ്റ്റിറ്റ്യൂഷന്റെ സമയത്തുള്ള അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റുകളാണ്. അപ്പൊ ഏതൊക്കെയാണ് ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ? അഥവാ നിലവിലുള്ള അഗ്രിമെന്റ് അവസാനിച്ചിട്ട് പുതിയ അഗ്രിമെന്റോട് കൂടി ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്ന സാഹചര്യങ്ങൾ. ഒന്നാമത്തത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്താ? 2 ആളുകൾ കൂടി ചേർന്ന് കച്ചവടം നടത്തി, രാമുവും കോമും ചേർന്നിട്ട്. അതിലേക്ക് പെട്ടെന്ന് ആര് വന്നു? ജാമു വന്നു. അപ്പൊ നിലവിൽ രാമുവും കോമും നടത്തുന്ന ബിസിനസ് എന്ത് ചെയ്തു? അവസാനിച്ചു. പിന്നീടുള്ള ബിസിനസ് ആരാണ്? രാമു, കോമു, ജാമു എന്ന് പറയുന്ന 3 പാർട്ട്നേഴ്സ് ഉള്ള ബിസിനസ്സാണ്. അപ്പൊ നിലവിലുള്ള അഗ്രിമെന്റ് അവിടെ അവസാനിച്ചു. പുതിയ അഗ്രിമെന്റോട് കൂടി പുതിയ ബിസിനസ് ആണ് എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ അഡ്മിഷന്റെ സമയത്ത് എന്ത് നടക്കുന്നുണ്ട്? റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നുണ്ട്. ദെൻ രണ്ടാമത്തെ റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുമ്പോൾ സ്വമേധയാ പിരിഞ്ഞു പോവാ. കൂട്ടത്തിൽ ആരെങ്കിലും എന്താ ഇയാൾ തൊര്യം കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യാ? ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടല്ലോ, പിണങ്ങി പോവാ. ആ സാഹചര്യത്തിൽ എന്താണ്? റിട്ടയർമെന്റിന്റെ സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നുണ്ട്.
ദെൻ മൂന്നാമത്തെ ഡെത്ത്. സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങളൊക്കെ പോകേണ്ടതാണ് അല്ലേ? ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണർ മരിച്ചു. അപ്പോൾ അക്കൗണ്ടന്റിന് പണിയായി. കാരണം എന്താ, ഈ മരിക്കുന്ന സമയത്ത് ആ പാർട്ട്ണർക്ക് എത്ര രൂപ കൊടുക്കാനുണ്ട് എന്നുള്ളതൊക്കെ കണക്കൂട്ടേണ്ട ജോലി ആർക്കാണ്? അക്കൗണ്ടന്റിനാണ്. അപ്പോൾ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ആ സമയത്തുള്ള അക്കൗണ്ടിങ് അഡ്ജസ്റ്റ്മെന്റ് എന്ത് ചെയ്യണം? അവർ ചെയ്യണം. ദെൻ നാലാമത്തെ ചേഞ്ച് റേഷ്യോ, പാർട്ട്ണർമാർ തമ്മിലുള്ള റേഷ്യോ ചേഞ്ച് ചെയ്യാം. ചില പാർട്ട്ണർമാരുണ്ട്, അതിവളവന്മാർ, എന്താ ഒപ്പമുള്ള പാർട്ട്ണറോട് പറയുന്നത്, ഈ 10 ലക്ഷം ഇട്ടോ, ഞാനൊരു 5 ലക്ഷം ഇടാം, ലാഭം തരുമ്പോൾ ഞാൻ 10 എടുക്കുക, എനിക്ക് 5 തരാം, അങ്ങനെ പറ്റിച്ചുകൊണ്ടൊക്കെ പോണേ. പിന്നീട് എപ്പോഴെങ്കിലും ഇത് തിരിച്ചറിയുമ്പോൾ പറയുന്നത് ഈക്വൽ ആവണം, അല്ലെങ്കിൽ കാര്യം നടക്കില്ലാന്ന്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ചേഞ്ച് റേഷ്യോ ഒന്ന് മാറ്റി പിടിക്കും അല്ലേ? ആ സമയത്ത് എന്ത് ചെയ്യാണ്? റീകോൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്നുണ്ട്. അടുത്ത് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫോം അല്ലേ? മിക്കവാറും പല സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യും? സ്ഥാപനം പൂട്ടേണ്ടി വരും അല്ലെ? പാർട്ണർഷിപ്പ് ആണോ, കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അടി ഉണ്ടാവും സ്വാഭാവികമായിട്ടും അല്ലേ? പല സാഹചര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ എന്താ, ഇത് തീവ്രമായിട്ട് പോകണമെങ്കിൽ നമുക്ക് തോന്നുന്നത് ഇത് പൂട്ടാം, അല്ലെങ്കിൽ ലാഭമില്ലാത്തതൊന്നും ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നില്ല, അങ്ങനത്തെ സാഹചര്യങ്ങളിൽ പൂട്ടേണ്ടി വരും. ഇല്ലീഗൽ ബിസിനസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്, നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ടി വരും? ക്ലോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അക്കൗണ്ടന്റിന് പണിയുണ്ട്. ആ സ്ഥാപനം പൂട്ടിപ്പോകുന്ന സമയത്തുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകൾ എന്ത് ചെയ്യണം? കൃത്യമായി ചെയ്യണം. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓർഡറിൽ ഈ സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസിയിൽ പഠിക്കുന്നത്. ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിപ്പിക്കും. രണ്ടാമത് ഡിസ്ട്രിബ്യൂട്ട് പ്രോഫിറ്റ് ഓർ ലോസ്, ലാഭനഷ്ടം വീതിക്കാൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കും. ദെൻ അടുത്ത് റോങ് അപ്രോപ്രിയേഷൻ അഥവാ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് പഠിപ്പിക്കും. ദെൻ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം, ഈ സാഹചര്യങ്ങൾ അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ചേഞ്ച് റേഷ്യോ, ഈ സമയങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നടത്തുക എന്ന് പഠിപ്പിക്കും. ദെൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്, സ്ഥാപനം പൂട്ടുന്ന സമയത്തുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് പഠിപ്പിക്കും. ഓക്കെ. ദെൻ അടുത്ത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത് പഠിക്കുകയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞു 2 മെത്തേഡുകളാണുള്ളത്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. എന്താണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? അണ്ടർ ദിസ് മെത്തേഡ് ഓൺലി വൺ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. ഓൺലി വൺ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. എല്ലാ അഡ്ജസ്റ്റ്മെന്റും നമ്മൾ ഏത് അക്കൗണ്ടിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആദ്യം നമ്മൾ വരക്കേണ്ടത് എന്താണ്? ബാലൻസ് ബി ബഡി അഥവാ ഓപ്പണിംഗ് ബാലൻസ്. ഇപ്പൊ ഞാനൊരു പാർട്ട്ണർ ആണെങ്കിൽ എൻ്റെ കയ്യിൽ കഴിഞ്ഞ വർഷം 10 ലക്ഷം രൂപ എന്തുണ്ട്? ആ ബിസിനസ്സിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആ 10 lakh ആണ് എഴുതേണ്ടത്. ഇനി നോക്കുക എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് വരാനുള്ള സാഹചര്യം? നമ്മൾ +1 പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടാവും. ട്രയൽ ബാലൻസിൽ ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട് അല്ലേ? ഡെബിറ്റ് ബാലൻസ് ആയിട്ട് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ്? അസറ്റും എക്സ്പെൻസ് ഓൾവേസ് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. ഇൻകം, ലാബിലിറ്റി, ക്യാപിറ്റൽ. ഇൻകം, ലാബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ഏത് ബാലൻസ് ആണ് കാണിക്കുക? ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. അപ്പൊ നോക്ക്, ക്യാപിറ്റലിന്റെ ബാലൻസ് ഏതാണ് കാണിക്കേണ്ടത്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ. ദെൻ അഡീഷണൽ ആയിട്ട് ഒരാൾ ക്യാപിറ്റൽ ഇറക്കി, എന്താ ജേർണൽ എൻട്രി? അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റാർ ടു അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അറ്റാർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് കാണിക്കണം? ക്യാഷ് ഓർ ബാങ്ക് കാണിക്കണം. അഥവാ അഡീഷണൽ ഇറക്കുന്ന സമയത്ത് ക്യാഷ് ഓർ ബാങ്ക്. ദെൻ സാലറി കൊടുക്കുമ്പോൾ, സാലറി ഒരു എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് കൂടി എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പാർട്ട്ണർക്ക് സാലറി കൊടുക്കുന്ന സമയത്ത് ജേർണൽ എൻട്രി എന്താ വരിക? പാർട്ട്നേഴ്സ് സാലറീസ് അക്കൗണ്ട് അറ്റാർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ സാലറി ഏത് സൈഡിൽ വരണം? ക്രെഡിറ്റ് സൈഡിൽ വരണം. കമ്മീഷൻ പാർട്ട്ണർക്ക് കൊടുക്കുന്നതാണ്, എവിടെയാ? കമ്മീഷൻ ക്രെഡിറ്റ് സൈഡിൽ വരണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷന്റെ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന റീവാലുവേഷൻ അക്കൗണ്ടിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, അതുപോലെ തന്നെ റിയലൈസേഷനിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്, അതായത് ഒരു പാർട്ട്ണർക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുന്ന എല്ലാ ഐറ്റംസും എവിടെയാണ് നമ്മൾ എഴുതുക? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. ടു പാർട്ട്ണർ അല്ലെ? ഫേം ടു പാർട്ട്ണർ എന്ന് പറയാം നമുക്ക്. ഫേമിൽ നിന്നും ആർക്ക് കൊടുക്കുന്നത്? പാർട്ട്ണർക്ക് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നോക്കുങ്ങളെ അല്ലെ? അയാൾ ഇൻവെസ്റ്റ് ചെയ്ത 10 ലക്ഷം അയാൾക്ക് തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുന്നത്. അയാൾ അഡീഷണൽ ഇറക്കിയ ക്യാപിറ്റൽ ആർക്ക് കൊടുക്കാനുള്ളതാ? അയാൾക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാ. എവിടെ? ക്രെഡിറ്റ് സൈഡിലാണ്. സാലറിയും കമ്മീഷനും പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രോഫിറ്റും റീവാലുവേഷൻ പ്രോഫിറ്റും ഒക്കെ നമ്മൾ എവിടെയാണ്? ദെൻ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇനി പാർട്ട്ണറെ കയ്യിൽ നിന്നും സ്ഥാപനത്തിന് ഇങ്ങോട്ട് കിട്ടാനുള്ളത് അല്ലെ? പാർട്ട്ണർ ടു ഫേം. പാർട്ട്ണറിൽ നിന്നും ആർക്ക് കിട്ടാനുള്ളത്? ഫേമിന് കിട്ടാനുള്ള ഐറ്റംസ് എവിടെയാ നോക്ക്? ഡ്രോവിങ്സ്. അയാൾ പിൻവലിച്ച പൈസ അയാൾ തിരിച്ചിങ്ങോട്ട് തരണ്ടേ? അതെവിടെയാ ഇതാ? ഡെബിറ്റ് സൈഡിൽ. ദെൻ അടുത്ത ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഡ്രോയിങ്സിന്റെ മുകളിലുള്ള പലിശ. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. അപ്രോപ്രിയേഷന്റെ ലോസ് ആണെങ്കിൽ കേട്ടോ, പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ആണ്, ലോസ് ആണെങ്കിൽ എവിടെയാണ്? ഡെബിറ്റ് സൈഡിലാണ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതൊക്കെയാണ് ഏത് സൈഡിൽ വരുന്നത്? ഡെബിറ്റ് സൈഡിൽ വരുന്നത്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ക്യാപിറ്റൽ അക്കൗണ്ട് എല്ലാവർക്കും ചെയ്യാൻ അറിയാം, അതുകൊണ്ട് ഞാൻ ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. ദെൻ നോക്കുക അടുത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് മെത്തേഡാണ്?
ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഇവിടെ ഓക്കെ, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്തു, ഓപ്പണിംഗ് ബാലൻസ് എഴുതി. ഈ വർഷം എന്തെങ്കിലും ഒരു സാധനം ഇതിൽ തന്നു, ഇപ്പോൾ സാലറി കൊടുക്കുകയോ കമ്മീഷൻ കൊടുക്കുകയോ ചെയ്താൽ അതിന്റെ ബാലൻസ് എന്താവും? ഇപ്പോൾ 10 ലക്ഷം ഉണ്ടായിരുന്നു, ദെൻ സാലറി എന്തായി, ഒരു 20,000 കൊടുത്തു. 20,000 കൊടുത്താൽ തന്നെ അയാളുടെ ക്യാപിറ്റൽ എമൗണ്ട് ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ എത്ര ആവും? 1,20,000 ആവും അല്ലേ? അപ്പോൾ അയാളുടെ ഇറക്കിയ ക്യാപിറ്റൽ 10 ആണെങ്കിലും 20 കൂടി അയാളുടെ ക്യാപിറ്റൽ ബാലൻസ് എന്താവും? 20,000 ആവും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം ചേഞ്ചസ് വന്നാൽ ദിസ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ചേഞ്ച് അല്ലേ? ഇത് ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഇതിങ്ങനെ എന്ത് ചെയ്യും? ഇയർലി മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ദിസ് മെത്തേഡ് ഇസ് നോൺ ആസ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. എന്നാൽ നോക്ക്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ദർ ആർ 2 അക്കൗണ്ട്സ്. ഒന്നേതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്, രണ്ടാമത്തേത് ഏതാണ്? കറണ്ട് അക്കൗണ്ട്. ഓൾ അഡ്ജസ്റ്റ്മെന്റ് ആർ ഡൺ ഇൻ കറണ്ട് അക്കൗണ്ട്. എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും നമ്മൾ ഇതിൽ എവിടെയാണ്? കറണ്ട് അക്കൗണ്ടിൽ. അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുന്ന ഐറ്റംസ് ഏതൊക്കെയാ? ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ 10 ലക്ഷം നമ്മൾ എവിടെ എഴുതും? ഇവിടെ എഴുതും. എന്നാൽ ബാക്കിയുള്ള ചേഞ്ചസ് അഡീഷണൽ ക്യാപിറ്റൽ ഇറക്കിയാലും നമ്മൾ എവിടെ എഴുതുക? ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. ബട്ട് ഇവിടെ നോക്കി, ഡ്രോവിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രത്യേകം ശ്രദ്ധിക്കണം മക്കളെ. ഏതാണ്? ഡ്രോവിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? 10 ലക്ഷം ഇറക്കി, വീണ്ടും ഒരു 5,000 ഇറക്കി, അല്ലെങ്കിൽ 50,000 ഇറക്കി. അപ്പൊ എന്റെ ക്യാപിറ്റൽ എത്ര ഉണ്ട്? 10,50,000 ഉണ്ട്. ഞാൻ പറയണം എന്റെ ക്യാപിറ്റലിൽ നിന്ന് 1 lakh ഞാൻ എന്ത് ചെയ്യാണ്? പിൻവലിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ പറയുന്ന ക്യാപിറ്റൽ മാത്രമേ, നോർമൽ ഡ്രോയിങ്സ് അല്ല കേട്ടോ. നോർമൽ ഡ്രോയിങ്സ് നമുക്കറിയാം എന്താ, അത് തിരിച്ചു ഇങ്ങോട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ തിരിച്ചു ഇങ്ങോട്ട് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഓക്കെ, ക്യാപിറ്റൽ വരുന്നത് 10 lakh ആണ്. 50,000 ഞാൻ എന്ത് ചെയ്തു? അഡീഷണൽ ഇൻവെസ്റ്റ് ചെയ്തു, 10,50,000. അതിൽ നിന്ന് ഞാൻ 1 lakh പിൻവലിച്ചുകൊണ്ട് പോവാണ്. പിന്നെ ഞാൻ അത് എന്ത് ചെയ്യുന്നില്ല? റീഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ 10,50,000 മൈനസ് 1 lakh എത്രയാ? 9,50,000 ആണോ? അല്ലേ? ഈ 9,50,000 എന്താണ്? അയാളുടെ ക്യാപിറ്റലായിട്ട് അവിടെ ഫിക്സഡ് ആയിട്ടുണ്ടാവും. ബാക്കിയുള്ള ചേഞ്ചസുകളൊക്കെ ഏതൊക്കെയാ? സാലറി, കമ്മീഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ പ്രോഫിറ്റ്, ദെൻ ഏതാണ്? റീവാലുവേഷൻ്റെ പ്രോഫിറ്റ്, റിയലൈസേഷൻ്റെ പ്രോഫിറ്റ്, ഗുഡ് വില്ല്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എവിടെയാണ് വരിക? കറണ്ട് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരിക. നോർമൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ്റെ ലോസ്, റീവാലുവേഷൻ്റെ ലോസ്, അതൊക്കെ എവിടെ വരിക? ഡെബിറ്റ് സൈഡിലുമാണ് വരിക. അപ്പൊ ഇവിടെ നോക്കി, ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ചേഞ്ച് സംഭവിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നടക്കണം. ഒന്ന് എന്ത് ചെയ്യണം? അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം. പരീക്ഷയ്ക്ക് ചോദ്യം പ്രതീക്ഷിക്കേണ്ടതാ. എന്താ? ക്യാപിറ്റൽ അക്കൗണ്ട് ചേഞ്ച് സംഭവിക്കണമെങ്കിൽ എന്തൊക്കെ നടക്കണം എന്ന്. ഒന്നുകിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യണം? അഡീഷണൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ? അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഔട്ട് ഓഫ് ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്യണം. അല്ലാത്തടത്തോളം ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഓക്കെ, അപ്പൊ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് എവിടെ? നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുക, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുക, ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. അവിടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കൽ നിർബന്ധമായിട്ടും ചോദ്യം വരുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ റിട്ടയർമെന്റ് ആൻഡ് ഡെത്തിന്റെ കേസിൽ എന്താണ്? എക്സിക്യൂട്ടറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കാനോ, അല്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്ന ഡെത്ത് സംഭവിക്കുന്ന പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കാനോ മാത്രമായിട്ട് എന്ത് ചെയ്യാം? ചോദ്യം വരാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രോബ്ലം നല്ല കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോകാം. ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താ? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട്സ് ആർ മെയിൻറ്റൈൻഡ്, ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്. എന്നാലോ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലിൽ ഓൺലി 1 അക്കൗണ്ട്, ഏതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട്. രണ്ടാമത്തെ, യൂഷ്വലി ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റിമെയിൻ സെയിം ടു ഇയർ ആഫ്റ്റർ. എല്ലാ കൊല്ലവും എന്താണ് ഇതിങ്ങനെ സെയിം ആയിട്ടാണ്. കാരണം എന്താ? 2 കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാതെ, അഡീഷണൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാതെയോ ഔട്ട് ഓഫ് ക്യാപിറ്റൽ വിഡ്രോ ചെയ്യാതെയോ എന്ത് ചെയ്യുന്നില്ല? ക്യാപിറ്റൽ അക്കൗണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. എന്നാലോ ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റിംഗ് ഇൻ എവരി ഇയർ അല്ലേ? നെക്സ്റ്റ് എന്താണ്? ദ അഡ്ജസ്റ്റ്മെന്റ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഇതൊക്കെ എവിടെയാണ് നമ്മൾ ചെയ്യുന്നത്? കറണ്ട് അക്കൗണ്ടിലാണ്. ഇവിടെയോ എല്ലാം ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ്. ദ ബോത്ത് കറണ്ട് അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പിയർഡ് ഇൻ ബാലൻസ് ഷീറ്റ്. നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റ് വരക്കുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ ഏതൊക്കെ എഴുതും? ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാലൻസും എഴുതും, ദെൻ കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബാലൻസും എഴുതും. എന്നാൽ ഇവിടെ ഏത് മാത്രമേ കാണിക്കുള്ളൂ? ബാലൻസ് ഷീറ്റ് കാണിച്ചതിന് ശേഷം ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ അല്ലേ ഏത് മാത്രമേ കാണിക്കുള്ളൂ? ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് മാത്രമേ ഫ്ലക്ച്വേറ്റിംഗിൽ കാണിക്കുള്ളൂ. നോർമലി നമ്മൾ ഏത് മെത്തേഡാണ് ഫോളോ ചെയ്യല്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാ. ഈ ഒരു മെത്തേഡ് പറയണമെന്നുണ്ടെങ്കിൽ ഇതാ, ഇറ്റ് ഷുഡ് ബി സ്പെഷ്യലി മെൻഷൻ ഇൻ ദ പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിൽ സ്പെഷ്യലി മെൻഷൻ ചെയ്യണം. അല്ലാത്തടത്തോളം കാലങ്ങൾ ഏത് ഫോളോ ചെയ്താൽ മതി? ഇറ്റ്സ് നോട്ട് നെസസറി, പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഏത് ഫോളോ ചെയ്താൽ മതി? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. ദെൻ രണ്ടാമത് പഠിക്കാനുള്ളതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എമംഗ് പാർട്ട്നേഴ്സ്. അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ടിന്റെ പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷന്റെ ഫോർമാറ്റ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷന് 2 സൈഡാണുള്ളത്, ഡെബിറ്റ് സൈഡ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് അല്ലേ? നോക്കിയോളി, ആദ്യം എന്തിനാണ് ഈ അക്കൗണ്ട് ഉണ്ടാക്കുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്.
ഒന്നിരിക്കൽ ലാഭമായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, നഷ്ടമായിരിക്കും. ഈ ലാഭവും നഷ്ടവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ അക്കൗണ്ട് ഉണ്ടാക്കണേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഉണ്ടാക്കണേ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷന്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ലാഭം നഷ്ടവും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാലൻസ് ചെയ്യും. അപ്പോൾ ഒന്നിരിക്കൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിട്ടി, നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഒന്നിരിക്കൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തുണ്ടാവും? നെറ്റ് ലോസ് ഉണ്ട്. ഒരു നെറ്റ് പ്രോഫിറ്റ് 50,000 രൂപ കിട്ടി. ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ നെറ്റ് പ്രോഫിറ്റ് എത്ര കിട്ടി? 50,000 കിട്ടി. കിട്ടിയ ഉടനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? സോൾ ട്രേഡിംഗ് കൺസേൺ ആണെങ്കിൽ അയാളുടെ ലാഭമാണ്, അയാൾക്ക് തീരുമാനിക്കുക കൊണ്ടുപോകണോ അയാളെ റീഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ. ഇവിടെ 50,000 കിട്ടിയാൽ നമുക്ക് ഉടനടി അത് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അതിൽ അഡീഷണൽ ചിലപ്പോൾ എന്തുണ്ടാവും? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുതരാണ്ടാവും. അതല്ലേ സാലറി കൊടുക്കാണ്ടാവും, കമ്മീഷൻ കൊടുക്കാണ്ടാവും, അങ്ങനെ പല അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്യാനുണ്ടാവും. അങ്ങനെ കിട്ടാനുള്ളതൊക്കെ കിട്ടി, കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് എത്രയാണ് നമ്മൾ നെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്രോഫിറ്റ് നമ്മുടെ കയ്യിലുള്ളത് അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ വരക്കുന്ന അക്കൗണ്ടിൻ്റെ പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. അപ്പോൾ എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ? ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടു ഡിസ്ട്രിബ്യൂട്ട് ദ പ്രോഫിറ്റ് ഓർ ലോസ് എമംഗ് പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ലാഭവും നഷ്ടവും വിതരണം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ടിൻ്റെ പേരാണ് എന്ത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ ആദ്യം നമ്മൾ എഴുതുക, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നോക്കി, പ്രോഫിറ്റ് ആൻഡ് ലോസ് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും. ഓക്കെ, ദെൻ ലോസ് ആണെങ്കിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് ലോസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. അപ്പോൾ ഒരു ജേണൽ എൻട്രി നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ നോക്കി, പ്രോഫിറ്റ് ആൻഡ് ലോസ് നെറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ നെറ്റ് ലോസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇതേ മെത്തേഡ് നിങ്ങൾക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യാം? ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ സാലറിയുടെ ജേണൽ എൻട്രി ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുക? ഇവിടെ ഏതാ അക്കൗണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ചെയ്താൽ മതി. അപ്പോൾ സാലറിന്റെ ജേണൽ എൻട്രി ചോദിച്ചാൽ ജേണൽ എൻട്രി എന്താ വരിക? സാലറി അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്ണർ ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ കമ്മീഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ കമ്മീഷൻ അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ഇനി ഡെബിറ്റ് സൈഡിലെ ഒരു ഐറ്റം ഡ്രോവിങ്സിന്റെ ജേണൽ എൻട്രിയാണ് ചോദിക്കുന്നത്. എന്താ? ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്താ വരിക? ഡ്രോവിങ്സ് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഡ്രോയിങ്സ് അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചോദിച്ചാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ജേണൽ പ്രിപ്പയർ ചെയ്യുക. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഇതേ മെത്തേഡ് ഫോളോ ചെയ്യുക. ഓക്കെ, അടുത്ത് ഇവിടെ എന്താ വരിക? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോവിങ്സ്. അപ്പോൾ ഒരു ചോദ്യം, എത്ര പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഉണ്ടാക്കണം? ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ആണെങ്കിൽ 4 പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ, ഫിക്സ്ഡ് മെത്തേഡ് ആണെങ്കിൽ 8 അക്കൗണ്ട് ഉണ്ടാക്കണം അല്ലേ? ദെൻ കറണ്ട് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് ആണെങ്കിലോ 4 അക്കൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എത്ര ഉണ്ടാക്കണം? അല്ല, ഒരു സ്ഥാപനത്തിന് ഒന്നേ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? അത് നോക്കുക. എന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത്, ബിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ എന്ത് അത് എഴുതുക, ടോട്ടൽ എമൗണ്ട് കോളത്തേക്ക് ഇങ്ങോട്ട് എഴുതുക. ഇനി ഈ സൈഡിൽ വരുന്നതോ സാലറി ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ, ദെൻ കമ്മീഷൻ ഉണ്ടെങ്കിൽ, ഇതൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്നുണ്ടെങ്കിൽ ആ ബാലൻസ് ഇവിടെ കിട്ടുകയാണെങ്കിൽ അത് റിവാലുവേഷൻ, നമ്മൾ അപ്രോപ്രിയേഷൻ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ആ പ്രോഫിറ്റ് നമ്മുടെ ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക? വീതിച്ചു കൊടുക്കുക. അവരുടെ ഓൾഡ് റേഷ്യോയിൽ എന്ത് ചെയ്യുക? എക്കും ബിക്കും ഉണ്ടെങ്കിൽ, ഇനി സി ഉണ്ടെങ്കിൽ സിക്കും കൂടെ എന്ത് ചെയ്യുക? വീതിച്ചു കൊടുക്കുക. അത് ചെറിയൊരു എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി ഇത് ഫുള്ള് അപ്രോപ്രിയേഷൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം നോക്കിയോ, നമ്മുടെ സ്ഥാപനത്തിൽ 1,00,000 രൂപ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. 1,00,000 രൂപ എന്തുണ്ട്? നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് എയുടെ കയ്യിൽ നിന്ന് 500 കിട്ടാനുണ്ട്, ബിയുടെ കയ്യിൽ നിന്ന് 1,500 കിട്ടാനുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി എത്ര ഉണ്ട്? ടോട്ടൽ 2,000 നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുണ്ട്. ഓക്കെ, ഇനി പ്രോഫിറ്റ് ലോസ് രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് ലോസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒഴിവാക്കുന്നുണ്ട്. ഇനി സാലറി, പാർട്ട്നേഴ്സിൻ്റെ സാലറി ആരാണ്? എ എന്ന് പറയുന്ന പാർട്ട്ണർക്ക് എത്ര പെർ മന്ത് 1,000 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര മന്ത് ഉണ്ട്? 12 മന്ത് സാലറി ഉണ്ടാവും. എത്രയാ? 12,000. ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അത് എ ബി രണ്ട് പാർട്ട്നേഴ്സിനും ഉണ്ട്. എക്കും ഉണ്ട് ബിക്കും ഉണ്ട്. എക്ക് എത്ര ഉണ്ട്?
ഒരു 3,500, then 8,500, ടോട്ടല് 12,000. എട്ട് 9 10 12. ഓക്കെ, ഇനി കമ്മീഷന് ആർക്കുണ്ട്? ബിക്ക് മാത്രം കുറച്ച് കമ്മീഷൻ ഉണ്ട്. ബിക്ക് ഒരു 8,000 രൂപ കമ്മീഷനുണ്ട്. ബിക്ക് 8,000 രൂപ കമ്മീഷനുണ്ട്. അപ്പോൾ നോക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ സ്ഥാപനത്തിന് 10 lakh പ്രോഫിറ്റ് കിട്ടി. 10 lakh പ്രോഫിറ്റ് കിട്ടി. അത് നോക്ക്, നെറ്റ് പ്രോഫിറ്റ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 1 lakh ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാ? 2,000 ഉണ്ട്. അപ്പൊ നെറ്റ് പ്രോഫിറ്റ് ആർക്കുള്ളതാണ്? നമ്മുടെ സ്ഥാപനത്തിലുള്ളതാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് സ്ഥാപനത്തിൽ പാർട്ട്നേഴ്സ് തരാനുള്ള. അപ്പൊ എത്ര തരാനുള്ളത്? 1,02,000 ഇപ്പൊ നമ്മളെ കയ്യിലുണ്ട് അല്ലെ. ഇനി ഇവിടെ നോക്ക്, സാലറി സ്ഥാപനത്തിൽ നിന്ന് 12,000 കൊടുക്കാനുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12,000 കൊടുക്കാനുണ്ട്. ദെൻ അതുപോലെ തന്നെ കമ്മീഷൻ എന്ത് ചെയ്യാനുണ്ട്? 8,000 കൊടുക്കാനുണ്ട്. അപ്പൊ നോക്ക്, 10,02,000. 10,02,000 ദെൻ എത്രയാ? 10,02,000 ആണ് വരുന്നത്. 10,02,000 എത്ര മൈനസ് ചെയ്യണം? 20,000 മൈനസ് ചെയ്യണം. 20,000 മൈനസ് ചെയ്യണം അല്ലെ. 10 20 20 അല്ല 22 എത്ര വരണേ? 10 20 28 30 32 32,000 മൈനസ് ചെയ്യണം. അതെത്രയാ? 32,000 നമുക്ക് മൈനസ് ചെയ്യാനുണ്ട്. 1,02,000 മൈനസ് 32,000 അല്ലേ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 70,000 ബാലൻസ്. ഈ ബാലൻസ് നമ്മൾ ആർക്ക് വീതിച്ചു കൊടുക്കണം? പാർട്ട്നേഴ്സ് ക്യാപിറ്റലിന് വീതിച്ചു കൊടുക്കണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആർക്കൊക്കെ ഉണ്ട്? എക്കും ബിക്കും. പ്രത്യേകിച്ച് റേഷ്യോകളൊന്നും പറയാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്ത്? ഈക്വലി വീതിച്ചു കൊടുക്കണം. അപ്പൊ എത്രയാ? 35,000 ഈച്ച്. ഇവിടെ നോക്ക്, 1 lakh ആണ് നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നത്. അത് നമ്മൾ ഈക്വലി വീതിച്ചു കൊടുത്താൽ അവർക്ക് എത്ര കിട്ടും? 50,000 ഈച്ച് കിട്ടും അല്ലേ. പക്ഷെ നോക്ക്, ഇവിടെ നമ്മൾ എന്താണ് കിട്ടാനുള്ളതൊക്കെ വാങ്ങിച്ച് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? നെറ്റ് പ്രോഫിറ്റ് 70,000 ഉള്ളൂ. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനത്തിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് ഓർ ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇതാണ് ഇനി നമ്മൾ രണ്ടാമതൊരു ഏരിയ ആയിട്ട് എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കാര്യങ്ങൾ പഠിക്കാനുണ്ട്? 5 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. രണ്ടാമത്തത് പ്രോഫിറ്റ് ഓർ ലോസ് അപ്രോപ്രിയേഷൻ, ദെൻ പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം, ദെൻ അതുപോലെ തന്നെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. അതിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പഠിച്ചു. എത്ര മെത്തേഡ് ഉണ്ട്? 2 മെത്തേഡ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും. ഫിക്സ്ഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിംഗിൽ ഒരു അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരുന്ന ഐറ്റംസ്, അതിൻ്റെ ജേർണൽ എൻട്രീസും ഒക്കെ ഒന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കാം. then രണ്ടാമത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിലെ പ്രോഫിറ്റും ലോസും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്, റീകോൺസ്റ്റിറ്റ്യൂഷൻ, ഡിസൊല്യൂഷൻ. അതിനിടയ്ക്ക് 2 ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെയും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെയും കാൽക്കുലേഷൻ. അതേപോലെ തന്നെ എന്താണ് ഗ്യാരണ്ടി ഓഫ് മിനിമം പ്രോഫിറ്റ്. ഒരു പാർട്ട്ണർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ ചെയ്യാം, അത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു സെഷനിൽ കൈകാര്യം ചെയ്യാം. ഓക്കെ.